ചില കാര്യങ്ങൾ ചിലർ ഒരിക്കലും മനസ്സിലാക്കില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും ചിലരെ ബോധ്യപ്പെടുത്തുവാനുമാകില്ല. അങ്ങനെയും ചില ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും മനുഷ്യന്. നാം പരിശ്രമിച്ചാലും ഇല്ലെങ്കിലും സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. മറ്റൊരാൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന പല സാധ്യതകളും നമ്മുടെ ജീവിത മനോസ്ഥിതിഗതികൾക്ക് അപ്രാപ്യമായവയായിരിക്കും. ജീവിതത്തിലെ അനുഭവ സത്യങ്ങളെ വിശകലനം ചെയ്തു നോക്കവേ പരിണാമം ബാധിക്കാത്തതായ പല യാഥാർത്ഥ്യങ്ങളെയും കണ്ടുമുട്ടുവാൻ കഴിയും. ബാഹ്യമായ ചില നിജങ്ങൾ നേത്രങ്ങൾക്ക് അർത്ഥങ്ങൾ കാട്ടിത്തരുമെങ്കിലും അതിൻ്റെ ഉള്ളിലെ അനർത്ഥങ്ങളെ വ്യക്തമാക്കുക എളുപ്പമല്ല. എന്നാൽ അവ നിസ്സാരവുമല്ല. അതിനാൽ തന്നെ വിചാരങ്ങളെ മാറ്റി നിർത്തി പ്രവർത്തിക്കുവാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിരുന്നില്ല. ഏതൊരു കാര്യങ്ങളെയും പൊതുവായ സത്യങ്ങൾ ഒഴികെ വ്യത്യസ്ത മനോഭാവമുള്ളവർ സമീപിക്കവേ അവയിൽ വ്യത്യസ്ത നിലപാടുകൾ രൂപപ്പെടുന്നു. അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് ജീവിതത്തിന്റെ പല അവസ്ഥകളിൽ പല കാര്യങ്ങളിലും സാധാരണമാണെന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തരത്തിലാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ചില കാര്യങ്ങളുടെ സ്ഥിതി വാക്കുകളിൽ പറയുന്നതല്ല, അവിടെ മനസ്സിലാക്കുക എന്നതാണ് ആവശ്യം. ചോദ്യങ്ങൾ പൊതുവെ ഉന്നയിക്കുക എളുപ്പമാണ്, എന്നാൽ പലപ്പോഴും ഉത്തരങ്ങൾക്ക് സാഹസികത ആവശ്യമായി വന്നേക്കാം. നമ്മുടെ നിയോഗങ്ങളിൽ എത്തിച്ചേരുവാനുള്ള യാത്രയിൽ തുടങ്ങിയും തിരുത്തിയും താങ്ങിയും തകർത്തും യുഗങ്ങളായി കാലം ഉയർത്തിപ്പിടിച്ച ശരികളെ അവഗണിക്കുക എന്നത് അബദ്ധമാണ്. നിന്നിലുള്ള ഞാൻ ആയിരിക്കണമെന്നില്ല മറ്റൊരാളിലെ ഞാൻ. നിഗമനങ്ങൾക്കും അപഗ്രഥനങ്ങൾക്കും വ്യക്തമാകാത്തൊരു ഞാൻ ആയിരിക്കണം എന്നുള്ളിലെ ഞാൻ. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവൻ ഒരു നാൾ തകർന്നെന്നു കരുതി അവൻ ശ്രമിക്കാത്തതിനാലാണ് മുന്നേറാത്തതെന്ന് ഗൗരവം ബോധ്യമാകാതെ വിലയിരുത്തുന്നത് അതീവ അബദ്ധമാണ്. വളർച്ചയിൽ തളർച്ച ഒരു തടസ്സമല്ല, അതൊരു പാഠവും വിശ്രമവും ഉചിതമായ അടുത്തപടി പ്രയാസരഹിതമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുമായി കരുതുവാൻ സാധിക്കണം. പണമാണ് മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്നതെങ്കിലും പല ബോധ്യങ്ങളും അനുഭവ പാഠങ്ങളും പറഞ്ഞു തന്ന വെളിച്ചങ്ങളെ ഇരുട്ടാക്കുവാൻ ശ്രമിക്കരുത്. പൊതുവായ പല സാമ്യതകളും പ്രകടമായെന്നാലും ഏവരും വ്യത്യസ്തർ തന്നെയാണ്. സ്വഭാവ ഗുണങ്ങളിലും ഇഷ്ടാനിഷ്ടങ്ങളിലും ചിന്തകളിലും പ്രവർത്തന ശൈലികളിലും അറിവുകളിലും മനസ്സിലാക്കലുകളിലും സംസ്കാരബോധങ്ങളിലും അനുഭവ ആർജവങ്ങളിലും മനസാക്ഷി മൂല്യങ്ങളിലും വൈകാരിക ഭാവങ്ങളിലും വിചാര നിയന്ത്രണങ്ങളിലും തുടങ്ങി എല്ലാ മുഖങ്ങളിലും ഇത് ബാധകമാണ്. ഒരു പക്ഷേ ആ വ്യത്യസ്തതകൾ തന്നെയാവാം ഭൂമിക്ക് ഭംഗി വർദ്ധിപ്പിക്കുന്നതും. അല്ലാത്ത പക്ഷം എങ്ങും ഒരേ വർണ്ണമായിരുന്നിരിക്കണം.